തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് നിങ്ങൾക്കായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ഈ വചന കേൾവി ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ ദൈവം തരുന്ന എല്ലാ അനുകൂല സാഹചര്യങ്ങൾക്കും ദൈവകൃപയ്ക്കുമായി ദൈവത്തെ സ്തുതിക്കും. ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളതെന്ന് ദൈവജനം പറയുമ്പോൾ ഈ ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് ദൈവം കൂട്ടിച്ചേർത്ത് എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സർവോപരി ലോകത്തിന് വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന ഇപ്പേർപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നത്. പ്രയർ ആൻഡ് പവർ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിലുള്ള വേർഡ് ആൻഡ് പവർ എന്ന ഈ ശുശ്രൂഷ ദീർഘവർഷക്കാലങ്ങളായിട്ട് കർത്താവ് അത്ഭുതകരമായി നടത്തുന്നു. അനേകായിരങ്ങൾ ദൈവവചനം കേൾക്കുന്നു, അനേകരെ വചനം കേട്ട് വിടുവിക്കപ്പെടുന്നു, അനുഗ്രഹിക്കപ്പെടുന്നു, അനേകർ പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നു. ഇതെല്ലാം ഞങ്ങൾക്ക് സന്തോഷം തരുന്നു. എല്ലാ മഹത്വവും ദൈവ കുഞ്ഞാടിന് അർപ്പിച്ചുകൊണ്ട് വീണ്ടും ദൈവം ഏൽപ്പിച്ച അന്വേഷണം നിങ്ങളോട് പറയാനായി വീണ്ടും ദൈവ കൃപയിൽ ശരണപ്പെട്ട് വിനയത്തോടെ ആയിരിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശു ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഞങ്ങൾക്ക് കർത്താവേ സമയഭേദം കൂടാതെ തിരുസന്നിധിയിൽ അടുത്ത് വരാൻ നീ ഞങ്ങൾക്ക് നിൽക്കുന്ന എല്ലാ പദവിക്കും പ്രത്യാശയ്ക്കുമായി സ്തോത്രം. ഈ മണിക്കൂറുകളിൽ നീ ഞങ്ങളെ സഹായിക്കണം. കഴിഞ്ഞ നാളിൽ നിൻ്റെ വിശ്വസ്ത ഞങ്ങളെ താങ്ങിയല്ലോ. വീണ്ടും അതിൽ ചാരുന്നു, ആശ്രയിക്കുന്നു. കർത്താവേ, വചനം നിൻ്റെ നാമത്തിൻ്റെ അധികാരത്തിൽ എഴുതപ്പെട്ട ആത്മാവിൽ വിളിച്ചു പറയാൻ എളിവന് വരം തരണം. നന്മകളാൽ നിറയ്ക്കണം. വചനം കേൾക്കുന്നവരെ ദൈവാത്മാവ് വിടുവിച്ച് അനുഗ്രഹിക്കണം. എല്ലാ ശിഷ്ടത്തെയും ദൈവം വാഴ്ത്തിക്കാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ നാളുകളിൽ നാം സ്ഥിരമായി ഈ ദൈവവചനം കേൾക്കുന്നുണ്ട്. അനേകരെ അതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ മണിക്കൂറുകളിൽ ദൈവൻ്റെ ഉള്ളത്തെ പ്രകാശം എന്നൊരു വേദവചനം 51 സങ്കീർത്തനത്തിൻ്റെ 10 വാക്യം. അതിങ്ങനെയാണ്: എന്താ? ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. കഴിഞ്ഞ എപ്പിസോഡ് ശ്രദ്ധിച്ചവരുണ്ടോ? ഉണ്ടെങ്കിൽ അറിയാം. അവിടെ നമ്മൾ വേറൊരു നിർമ്മല ഹൃദയത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അത് വേറൊരു ഭക്തനാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ ദാസനായ ആസാഫ് 73 സങ്കീർത്തനത്തിൻ്റെ ആരംഭത്തിൽ പറഞ്ഞു, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. ഇതെന്തുവാ? ദിസ് ആബ്സല്യൂട്ട്ലി എ ഡിക്ലറേഷൻ ടു ദ ഹോൾ വേൾഡ്. സകല ലോകത്തിനും കൊടുക്കുന്ന ഒരു വലിയ പ്രഖ്യാപനമായത്, ഒരു അറിയിപ്പാണ്. ദൈവം നല്ലവനാണ്. പക്ഷെ എല്ലാവർക്കും അല്ല കേട്ടോ, നിർമ്മല ഹൃദയമുള്ളവർക്ക്. ഇത് ഓർക്കണം. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ദൈവം നമുക്ക് നല്ലവനായിരിക്കണമെങ്കിൽ നിർമ്മല ഹൃദയമുള്ളവരായിരിക്കും. ദാറ്റ് യു ഷുഡ് ഹാവ് എ ക്ലീൻ ഹാർട്ട്. അപ്പം ആസാഫ് അങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ അങ്ങനെ വിളിച്ചു പറഞ്ഞു, അത് സത്യമാണ്. എന്നാൽ ഇവിടെ വേറൊരു ഭക്തൻ നിർമ്മല ഹൃദയത്തിന് വേണ്ടി ദൈവത്തോട് കരയുക, പ്രാർത്ഥിക്കുക. എന്താ പറ്റി? എന്താ കാരണം? അദ്ദേഹത്തിന് നിർമ്മല ഹൃദയം ഇല്ലായിരുന്നു. അപ്പം എന്തോ പറ്റിയല്ലേ? ദിവസം പഠിക്കുമ്പോൾ ആ മനുഷ്യനെ കുറിച്ച് നമുക്കറിയാമല്ലേ. ആരാണ് ഈ വ്യക്തി? മറ്റാരുമല്ല, വേദപുസ്തകത്തിൽ അനേക പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭക്തൻ. അത് തന്നെയുമല്ല, യേശു ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നൊരു വ്യക്തി. ഹല്ലേലൂയ. അപ്രകാരമുള്ളൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പേരാണ് ദാവീദ്. എല്ലാവർക്കും അറിയാലോ, സൺഡേ സ്കൂൾ പ്രായം മുതൽ പഠിക്കുന്ന. ആരാണ് ദാവീദ്? പ്രഥമദൃഷ്ട്യാ പരിശോധിച്ചാൽ യഹൂദയുടെ മലഞ്ചെരുവുകളിൽ ആടിനെ മേയിച്ച് നടന്നവനാണ്. എന്നാൽ ആടിനെ മേയിക്കുന്നവനെ ആളുകളെ മേയിക്കാനായി ദൈവം തൻ്റെ കൃപാവര പ്രസാദത്താൽ അവനെ അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്ത് യഹൂദയുടെ സിംഹാസനത്തിൽ കൊണ്ടിരുത്തി. അല്ലെങ്കിൽ കൊണ്ടിരുത്തിയവനാണ് ദാവീദ് കേട്ടോ. ഇവിടെ എന്തുവാ? ഹിയർ ഗോഡ് ഷോസ് ഹിസ് എലക്ഷൻ ഓഫ് പവർ, ഓർ റാദർ പവർ ഓഫ് എലക്ഷൻ ഇൻ എ സ്പെഷ്യൽ വേ. ഒരു പ്രത്യേക രീതിയിലാണ് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. കാരണം മാനുഷികമായി നോക്കി അങ്ങനെ ഒരു മനുഷ്യനൊന്നും രാജാവാക്കാൻ പറ്റത്തില്ല. പക്ഷേ ഗോഡ് ഇൻ ഹിസ് ഇൻഫിനിറ്റ് പ്ലാൻ, ദൈവം തൻ്റെ അതുല്യമായ പ്ലാനിൽ ചെയ്തതാണ്. എന്തുവാ? ശ്രദ്ധിച്ചാൽ നോക്കണം. ദി അൺഎക്സ്പെക്റ്റഡ് മാൻ ഫ്രം ആൻ അൺഎക്സ്പെക്റ്റഡ് പ്ലേസ്
അറ്റ് ആൻ അൺഎക്സ്പെക്റ്റഡ് ടൈം. എന്ന് വെച്ചാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മനുഷ്യനെ പ്രതീക്ഷിക്കപ്പെടാത്ത ഒരു സ്ഥലത്തു നിന്ന് പ്രതീക്ഷിക്കപ്പെടാത്ത ഒരു ടൈമിൽ, ഒരു സമയത്ത് ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളത് എന്താ? നിശ്ചയമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താ അത് മനസ്സിലാക്കേണ്ടത്? ഇറ്റ് വാസ് ബോട്ട് ബൈ ദ സ്പെഷ്യൽ ബൈ എ സ്പെഷ്യൽ വേ, ബൈ ഗോഡ്സ് ഗ്രേസ്. ദൈവത്തിൻ്റെ പ്രത്യേക കൃപയിൽ, ഇൻ ഹിസ് ആബ്സല്യൂട്ട് ചോയ്സ്, ദൈവത്തിൻ്റെ പ്രത്യേക തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ കൊണ്ടുവന്നൊരു വ്യക്തിയാണ് ദാവീദ്. അല്ലേ? ഏത് ദിവസത്തിൽ ദാവീദിനെ അറിയാത്തവരാരാ? ഇവിടെ ഇത് പഠിക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കാനുണ്ട്. എന്താണെന്നറിയാമോ? മോശയെ പോലെ, rather God prepared David like Moses, bringing another shepherd to lead the flock ahead. തന്റെ ജനത്തെ മുന്നോട്ട് നയിക്കാൻ ആടിനെ മേയിച്ച് നടന്ന മോശയെ ദൈവം തെരഞ്ഞെടുത്ത് കൊണ്ടുപോയതുപോലെ ദാവീദിനെ ഇവിടെ തെരഞ്ഞെടുത്ത. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഓർക്കാനാണ് ഇത് ഓർപ്പിക്കുന്നത് കേട്ടോ. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് എത്ര വലുതാ. അതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെയൊക്കെ ദൈവം തിരഞ്ഞെടുത്തല്ലോ. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കേട്ടോ. ഇറ്റ്സ് എ മിറക്കിൾ. ഒരു അത്ഭുതമാണ്, സന്തോഷമാണ്, ദൈവത്തിൻ്റെ ദയയാണ്. ദാവീദ്, ഡേവിഡ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണെന്നറിയാമോ? ബിലവഡ്, പ്രിയൻ എന്നാണ്. ദൈവത്തിന് പ്രിയനായിരുന്നു ദാവീദ്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? നമുക്കറിയാം, യേശു കർത്താവിൻ്റെ പരശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് യോഹന്നാനിൽ സ്നാനമേൽക്കാൻ വന്ന സമയത്ത്, അല്ലെങ്കിൽ സ്നാനത്തോടനുബന്ധിച്ച്, സ്വർഗം തുറന്നൊരു ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കും, ഇവന് ചെവി കൊടുപ്പി. പ്രിയപുത്രനായ യേശു ക്രിസ്തു. അതുപോലെ ദൈവം ദാവീദിനെ നോക്കുമ്പോൾ ദാവീദും ദൈവത്തിൻ്റെ മുമ്പാകെ പ്രിയനായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്ലോസ് റിലേഷൻഷിപ്പ്. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ ദൈവം പ്രസാദിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അല്ലെ, മോശയെപ്പോലെ, യോസഫിനെ പോലെയൊക്കെ ദൈവം പ്രസാദിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ദാവീദ്. എന്ന് മാത്രമല്ല, ദാവീദും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ച മനുഷ്യനാകട്ടോ. When we study the scripture, go to the Old Testament, we see that there is no other man in the scripture like David who ever tried to please God. തിരുവെഴുത്ത് പരിശോധിക്കും, അല്ലെ പഴയ നിയമം പരിശോധിക്കുമ്പോൾ ഇതുപോലെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചൊരു മനുഷ്യനില്ല ദാവീദിനെ പോലെ. He talked with God, he walked with God, he had right communion with the Lord. ദൈവത്തോട് സംസാരിച്ച്, ദൈവത്തോട് ചേർന്ന് നടന്ന്, ദൈവവുമായി നല്ല കൂട്ടായ്മ അനുഭവിച്ചൊരു മനുഷ്യൻ, അങ്ങനെ ജീവിച്ചൊരു മനുഷ്യനാണ് കേട്ടോ. ദൈവത്തെ പ്രസാദിപ്പിക്കാനാവോളൂ ഹി ട്രൈഡ്. എത്രത്തോളം ദൈവത്തെ പ്രസാദിപ്പിക്കാമോ അതൊക്കെ ചിന്തിച്ച് പ്രവർത്തിച്ച മനുഷ്യനാണ്. എന്ന് മാത്രമല്ല, ഇൻ എവറി ഏരിയ ഗോഡ് ഹാസ് ദിസ് പൊസിഷൻ ഇൻ ദ ഫസ്റ്റ് പ്ലേസ് ഓഫ് ഡേവിഡ്സ് ലൈഫ്. ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവം എന്ന് പറയുന്നത് ഒന്നാമത് സ്ഥാനമുണ്ടായിരുന്നു, അത് ഓർക്കണം. അങ്ങനെ ആ നിരന്തരമായ ദൈവിക കൂട്ടായ്മയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ ശ്രമിച്ച മനുഷ്യന് ദൈവം ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു. എന്തുവാ? ദ മാൻ വിത്ത് മൈ ഓൺ ഹാർട്ട്, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. വാട്ട് എ വണ്ടർഫുൾ തിങ്. ഒരു മനുഷ്യനെ കുറിച്ച് ദൈവം പറയും, ഇത് കൂടെ ഒരു സർട്ടിഫിക്കറ്റ് എന്നാ വേണം? എൻ്റെ ഹൃദയപ്രകാരം ഒരു മനുഷ്യൻ. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പദവിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്നാൽ എന്താ സംഭവിച്ചത്? ഇത്രയൊക്കെ ആയിട്ട് ഹി ഫെയിൽ ടെറിബിളി, ഭയങ്കരമായി പരാജയപ്പെട്ടു പോയി ദാവീദ്. എന്താ പരാജയം? ഹി കമ്മിറ്റഡ് അഡൾട്ടറി ആൻഡ് ബിക്കെയിം റെസ്പോൺസിബിൾ ഫോർ ദ ഡെത്ത് ഓഫ് അനദർ മാൻ. എന്ന് വെച്ചാൽ അവൻ വ്യഭിചാരദോഷം ചെയ്തു എന്ന് മാത്രമല്ല, മറ്റൊരു മനുഷ്യൻ്റെ മരണത്തിന് കാരണഭൂതനായി തീർന്നു. ആരാ? ദൈവത്തോട് ചേർന്ന് നടന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ച മനുഷ്യൻ, ദൈവസന്നിധിയിൽ സർട്ടിഫിക്കറ്റ് ലഭിച്ച മനുഷ്യൻ പരാജയപ്പെട്ടു പോയില്ലേ? എത്ര ദുഃഖമല്ലേ? ഞാൻ ചിന്തിക്കുന്നത്, ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ദാവീദ് ചിന്തിച്ച് കാണും,
എനിക്ക് എന്നാ പറ്റിയേ? Am I not a man who wants to please God? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനല്ലയോ ഞാൻ? ആ ചോദ്യന്മാർക്ക് അവിടെ നിൽക്കുക. Am I not praying? ഞാൻ പ്രാർത്ഥിക്കുന്നവനല്ലയോ? Do I not make the best psalms for God? ദൈവത്തിന് വേണ്ടി നല്ല സങ്കീർത്തനങ്ങൾ എഴുതിയ വ്യക്തിയല്ലയോ ഞാൻ? പിന്നെ എന്നാ? Do I not feel God's presence? ദൈവ സാന്നിധ്യം അനുഭവിച്ച മനുഷ്യനല്ലേ? ഇങ്ങനെ ഓരോന്നോരോന്നായി ദാവീദ് പരിശോധിക്കുക കേട്ടോ. ഞാൻ ദൈവത്തോട് സംസാരിച്ചിട്ട് ഡു ഐ നോട്ട് ടോക്ക് വിത്ത് ഗോഡ്? ഡു ഐ ഹാവ് ദ ഫസ്റ്റ് പ്ലേസ് ഓഫ് ഗോഡ് ഇൻ മൈ ലൈഫ്? എൻ്റെ ജീവിതത്തിൽ ദൈവം ഒന്നാം സ്ഥാനത്തല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ then how could a man like that to be fallen? ഇങ്ങനെ ഒരു മനുഷ്യൻ എങ്ങനെ വീഴ്ച പറ്റും എന്നുള്ളത് ദാവീദ് ചിന്തിക്കുക കേട്ടോ. how could I fail so deep? ഇത്ര ഭയങ്കരമായ ആഴമായ ഒരു വീഴ്ച എങ്ങനെ സംഭവിച്ചു എന്ന് നിശ്ചയമായും ദാവീദ് ചിന്തിച്ചു. എന്താ പറയാൻ കാരണം എന്നറിയാം? ദൈവാത്മാവിൽ നടത്തുന്നവർക്കും തെറ്റ് വരാം. പക്ഷെ തെറ്റ് വന്നാൽ അവൻ്റെ ഹൃദയം കുത്തിക്കൊണ്ടിരിക്കും. കുത്തിയാലും ഒന്നും അറിഞ്ഞില്ലെന്ന് വിചാരിച്ച് പിന്നെയും പോകാം. സംഭവിച്ചു പോയല്ലോ, തെറ്റിപ്പോയല്ലോ, അയ്യോ 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 എന്നുള്ള ചിന്ത. ദാവീദിനും അത് സംഭവിച്ചാണ് കേട്ടോ. അതുകൊണ്ട് എന്താ ഇവിടെ ദാവീദ് കരയാൻ തുടങ്ങി. ദാവീദ് കരയുക. എന്തുവാ? He started weeping. എന്താ? തനിക്ക് പറ്റിയ വീഴ്ചയെ ഓർത്ത് കരയുക. ഇതൊരു കാര്യമുണ്ട്. തനിക്ക് പറ്റിയ വീഴ്ചയെക്കുറിച്ച് തനിക്ക് തന്നെത്താനുണ്ട കുറ്റബോധത്തിലല്ല കരയുന്നത്. പിന്നെ ഭയങ്കരമായ പാപം ജീവിതത്തിൽ വന്നിട്ടും ഒന്നും സംഭവിക്കാത്തവനെ പോലെ പിന്നെയും അവൻ ആരാധനയ്ക്ക് പോയി, ആലയത്തിൽ പോയി, പള്ളിയിൽ പോയി. അവൻ സംഗീത പ്രമാണിയായിരുന്നു. ഹി വാസ് ദ ലീഡർ ഓഫ് ദ choir. പിന്നെയും പോയി മനോഹരമായി പാടാൻ ശ്രമിച്ചു. എന്തുവാ മനസ്സിലാക്കണ്ടേ? ജീവിതത്തിൽ പാപം വെച്ചോണ്ട് പിന്നെയും പാടാൻ പോയാൽ അവനെ നോക്കി ദൈവം എന്ത് പറയും? ഹിപ്പോക്രൈറ്റ്, കപടഭക്തിക്കാരൻ അല്ലേ? പാപം വെച്ചോണ്ട് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നവനെ നോക്കി ദൈവം എന്ത് പറയും? കപടഭക്തിക്കാരി. പാപം വെച്ചുകൊണ്ട് പ്രസംഗിക്കാൻ പോകുന്നവനെ നോക്കി ദൈവം എന്ത് പറയും? കപടഭക്തിക്കാരൻ. ഇതുണ്ടാകരുതേ പ്രിയപ്പെട്ടവരെ. ഒന്നും സംഭവിക്കാത്തവനെ പോലെ ദാവീദ് പിന്നെയും എല്ലാ കാര്യങ്ങളും അതുപോലെ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ദൈവത്തിന് മുമ്പാകെ അവൻ എങ്ങനെയാ? ഒരു കപടഭക്തിയുടെ വേഷം ധരിച്ചു. ഇങ്ങനെ ഏകദേശം 1 വർഷത്തോളം ആയപ്പോഴാണ് തമ്പുരാൻ വിചാരിച്ചേട്ടാ ഇവനെ ഇതൊന്നും മനസ്സിലാക്കണമല്ലോ. ഇത് ചെയ്തു. ദൈവം തൻ്റെ പ്രവാചകനോട് പറഞ്ഞ് ദാവീദിന്റെ കൊട്ടാരത്തിൽ ചെന്ന് അവനോട് ഈ കാര്യം ഒന്ന് പറയണം. God sent a wonderful prophet, namely നാദാൻ എന്ന് പറയുന്ന പ്രവാചകനെ ദൈവം ദാവീദിന്റെ കൊട്ടാരത്തിൽ അയച്ചു. പ്രവാചകൻ എന്തോ പറഞ്ഞു? അവിടെ ചെന്നൊരു സംഭവകഥ വിവരിച്ചതാണ് വേദപുസ്തകത്തിൽ, ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതി. വിസ്തരിക്കാൻ സമയമില്ല. ഒരു മനുഷ്യന് 100 ആടുണ്ടായിരുന്നു. രാജാവിനോട് പറയാ, ധനവാനായ ഒരു മനുഷ്യൻ. അവൻ്റെ അയൽവക്കത്തെ വീട്ടിലൊരു പാവപ്പെട്ടവനുണ്ടായിരുന്നു. അവനൊരു കുഞ്ഞാട്, ചെറിയൊരാൾ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ധനവാൻ്റെ വീട്ടിലൊരു വിരുന്നുകാരൻ വന്നു. ഈ ധനവാൻ എന്ത് ചെയ്തു? ഈ 100 ആടുള്ളതിൽ ഒന്നിനെ പിടിക്കാതെ പാവപ്പെട്ടവൻ്റെ വീട്ടിൽ ബലമായി ചെന്ന് അതിനെ കുഞ്ഞാടിനെ പിടിച്ചുകൊണ്ട് അതിനെ കശാപ്പ് ചെയ്ത് കറി വെച്ച് പാചകം ചെയ്ത് വിരുന്നുകാരന് ഭക്ഷണം ഒരുക്കി. ഇത് കേട്ടപ്പോൾ ദാവീദിന് രോഷം വർദ്ധിച്ചു. അവൻ ചാടി എഴുന്നേറ്റു. എന്നിട്ട് ചോദ്യം, ഈ മനുഷ്യൻ ആരാ? എൻ്റെ അധികാര പരിധിയിലെങ്ങാനും പെട്ടവനാണോ? അങ്ങനെയാണെങ്കിൽ അവൻ മരിക്കണം എന്നൊരു തീർപ്പ് കൽപ്പിച്ചു. സ്വന്തം ജീവിതത്തിൽ പാപം ഇരിക്കുമ്പോൾ മറ്റുള്ളവൻ്റെ പേരെ വിരൽ പോകും. അതുകൊണ്ട് ഓർത്തോണം, ഒരു വിരൽ മറ്റു നേരം ചൂട്ടുമ്പോൾ 3 വിരൽ നിന്റെ നേരെ നിൽക്കുക. പക്ഷേ അത് പറഞ്ഞു തീരുന്നതിന് ആദാൻ പ്രവാചകൻ പറഞ്ഞു, മരിക്കണമെന്ന് പറഞ്ഞ വ്യക്തി ആരാ? ആരാ? ആ മനുഷ്യൻ നീ തന്നെ. നീയാണ് ദാവീദെ മരിക്കേണ്ടത്. പാവപ്പെട്ടവന്റെ കുഞ്ഞാടിനെ പിടിച്ച് കറി വെച്ചവൻ നീയാ. ദാവീദ് ഞെട്ടിപ്പോയി കേട്ടോ. പക്ഷെ ഇതിനകത്തൊരു മറുവശമുണ്ട്. രാജാവല്ലേ, അധികാരം ഉപയോഗിച്ച എനിക്കെതിരെ അവനെ വെട്ടിക്കളയട്ടെ എന്ന് പറഞ്ഞാൽ ഉടനെ വെട്ടിയേനെ. പക്ഷെ അത് ചെയ്തില്ല. ദൈവത്തിൻ്റെ കരുണയാൽ അവൻ നിലമ്പാട് വീണ് കരയാൻ തുടങ്ങി.
അതാണ് ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത. എന്താ കരയുന്നത്? നിലവിളിക്കുകയാണ്, ദൈവമേ, സംസാരിക്കുമ്പോൾ നീ നീതിമാനാണ്, വിധിക്കുമ്പോൾ നീ നിർമ്മലനാണ്, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്കനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് നിലവിളിക്കുക കേട്ടോ. അങ്ങനെ പാടി അതാ 51-ാം സങ്കീർത്തനം ഞാനിപ്പോൾ പറഞ്ഞു. 51-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പാടി വന്ന് ഇത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ. 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക കാര്യം. എന്താ 10-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുന്നേ? ദൈവമേ, അത് നമ്മൾ ആരംഭ വായിച്ച വാക്യം, നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ഇവിടെയാണ് ദാവീദ് ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ, നിർമ്മലമായ ഒരു ഹൃദയത്തിന് വേണ്ടി. നിർമ്മലമായ ഒരു ഹൃദയം, ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട്. ആകത്തുക എന്താ? ഇപ്പം ദാവീദ് പരിശോധിച്ചും ഇപ്പം പല കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ആൻഡ് അൾട്ടിമേറ്റ്ലി അവസാനത്തെ വന്നത് എവിടാ? ഇതിൻ്റെ എല്ലാം കുഴപ്പം ഹൃദയത്തിൻ്റെ പ്രശ്നമാണ്. ദാവീദ് മനസ്സിലാക്കിയിട്ട് ആ ദൈവത്തോട് പറയുന്ന, ഹൃദയത്തിൽ അശുദ്ധി പറ്റി. നമ്മുടെ ദൈവം വിശുദ്ധനാണല്ലോ. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, പരമാർത്ഥമായി ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ച മനുഷ്യൻ, ഇങ്ങനൊരു മനുഷ്യൻ എങ്ങനെ പാപത്തിൽപ്പെട്ടു? അതോർക്കുന്നു. എന്താ മനസ്സിലാക്കണ്ടേ? അതോ എന്തൊരു പാപം! വാട്ട് എ സിൻ, ടെറിബിൾ സിൻ അല്ലേ. അപ്പം ഞാൻ പറഞ്ഞ ആ സംഭവം വിശദീകരിച്ച് പറഞ്ഞാൽ കരഞ്ഞു പോകും. അതുപോലുള്ള വിഷയമാണ് അല്ലേ. ദോഷം ചെയ്തു, തെറ്റ് ചെയ്തു, എൻ്റെ കൂട്ടുകാരനെ കൊല ചെയ്ത് കളഞ്ഞു. ഭയങ്കരമായ പാപം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതൊരു മുന്നറിയിപ്പാണ്. എന്താ മുന്നറിയിപ്പ്? ഇഫ് സച്ച് എ മാൻ ക്യാൻ ബി ബോൺ ഇൻ സിൻ റാദർ ഫോൾ ഇൻ സിൻ, അങ്ങനെ ഒരു മനുഷ്യനെ പാപത്തിൽ വീഴാമെങ്കിൽ, ഇത്രയും ദൈവത്തോട് അടുത്ത് ജീവിച്ചൊരു മനുഷ്യന് പാപത്തിൽ വീഴാനും പാപത്തിൽ പരാജയപ്പെടാനും ഇടയായെങ്കിൽ മറ്റുള്ളവർക്ക് എന്തോ സ്ഥിതി? ഓർക്കണേ, ദൈവത്തിൻ്റെ മനുഷ്യൻ പരാജയപ്പെട്ടു പോയെങ്കിൽ പ്രിയരെ വളരെ വളരെ ഭയത്തോടെ കേൾക്കണം, ശ്രദ്ധിക്കണം. വീഴ്ചയ്ക്ക് എളുപ്പമുണ്ട്, ആശ്രയം തെറ്റിയ ആശ്രയ കൊടുമുടി എവറസ്റ്റാണ് എന്നാ ഭക്തൻ പാടി. ദൈവത്തിൻ്റെ പാദപീഠങ്ങളിൽ കെട്ടിപ്പിടിച്ച് കൈവിടല്ലേ കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞല്ലോ, ഇത് എന്തുവാ ഒരാടെ കരച്ച്, ഡേവിഡ്സ് ക്രൈ എംബഡൈസ് ദ ക്രൈ ഓഫ് ദ ഹോൾ മാൻകൈൻഡ്. മാനവജാതിയുടെ മുഴുവൻ്റെ കരച്ചിലിൻ്റെ ഒരു പ്രതിധ്വനിയാണ് ഇവിടെ കേൾക്കുന്നത്. ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട്. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എനിക്ക് തരണേ, നിർമ്മിക്കണേ, സൃഷ്ടിക്കണേ അല്ലേ. ദൈവത്തിന് മഹത്വം. പിന്നെയും പറയട്ടെ, ദിസ് ഈസ് ദ ക്രൈ ഓഫ് യു ആൻഡ് യു ആൻഡ് യു ആൻഡ് ഈവൻ മീ. നമ്മുടെ എല്ലാവരുടെ മനുഷ്യജാതിയുടെ കരച്ചിലാണ്, നിർമ്മലമായ ഹൃദയത്തിന് വേണ്ടിയുള്ള കരച്ചിൽ. സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാം എത്ര ശ്രമിച്ചാലും പാപത്തിൽ വീഴാൻ സാധ്യതയുള്ള ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണമേ. സ്നേഹത്തോടെ പറയട്ടെ, ദൈവം പാപമുള്ള ലോകം, പാപത്തിൻ്റെ പ്രേരണയുള്ള ലോകം, വശീകരണ ശക്തിയുള്ള ലോകം, മനുഷ്യൻ്റെ ഹൃദയത്തിന് ദോഷം. ഉൽപ്പത്തി ദിവസം 6-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, വിസ്തരിക്കുന്നില്ല. മനുഷ്യൻ്റെ ഹൃദയ വിചാരങ്ങളുടെ വഴിയൊക്കെ ദോഷമുള്ള എന്ന് ഉൽപ്പത്തി ദിവസം 6-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞു. ഹൃദയ വിചാരങ്ങൾ ദോഷമുള്ള, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഇൻഫ്ലുവൻസ്, സ്വാധീനം മനുഷ്യനെ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം ആ ചതിക്കുഴി വീടരുത്, അത് നീ രക്ഷപ്പെടണം അല്ലേ. ദൈവമേ സ്തോത്രം. കരുണ പ്രാർത്ഥിക്കുമോ? റോമാലേഖനം 7-ാം അധ്യായത്തിൽ വരുമ്പോൾ പൗലൂസ് പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, നീ പാപത്തിന് അധീനമായ ശരീരത്തിന് തന്നെ ആര് വിടുവിക്കും? വിളിക്കുക.
മനസ്സിലായല്ലോ? ഹൂ വിൽ ഡെലിവർ മീ ഫ്രം ദീസ് ബോണ്ടേജ്? ഈ ബോഡി ഓഫ് ബോണ്ടേജ്, ബന്ധനമുള്ള പാപമുള്ള ഈ ശരീരത്തിനെ ആര് വിടിയിക്കുമെന്ന് ചോദിക്കും. ദാവീദിന്റെ കാര്യത്തിൽ വരുമ്പോഴും നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ? എന്താ എവിടെയാ? 51 സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ദാവീദും പറയുക, ബിഹോൾഡ് ഐ ആം ബോൺ ഇൻ ഇനിക്വിറ്റി. ഞാൻ പാപത്തിലാണ് ജനിച്ചത്. ഞാൻ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിൽ സത്യമല്ലോ നീച്ചു. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ടോട്ടലി ദ വേൾഡ്, ലോകവും ദൈവവും, ഇത് രണ്ടും രണ്ട് എൻറ്റിറ്റിയാണ്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പരാജയത്തിൻ്റെ മേഖലയിലേക്ക് വേഗം വീഴാം. അവിടെ ശ്രദ്ധ ആവശ്യമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, അതുകൊണ്ട് ദാറ്റ്സ് എ പ്രോബ്ലം വെൻ എനിബഡി ട്രൈസ് ടു ലീവ് എ ലൈഫ് ഓഫ് ഹോളിനെസ് ആൻഡ് പെർഫെക്ഷൻ വിൽ ഡിസ്കവർ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ബൈ ഹ്യൂമൻ എഫർട്ട്. ദൈവത്തെ പരമാർത്ഥമായി വിശുദ്ധി ജീവിക്കാനും ആ പൂർണ്ണതയിലെത്താനും ആഗ്രഹിക്കുന്ന സമയത്ത് അത് ഈസി അല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും ഏതൊരുത്തരും. അതിന് ഇച്ചിരി ത്യാഗവും കൺട്രോളും ഒക്കെ വേണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുക. ഹല്ലേലൂയ. ദാവീദ് ഇവിടെ എന്താ മനസ്സിലാക്കിയത്? ഡേവിഡ് came to understand the incapability of man to perform or to fulfill God's requirements. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ വെച്ചിരിക്കുന്ന വ്യവസ്ഥകളെ പാലിക്കാനുള്ള മനുഷ്യൻ്റെ ഇൻഅഡിക്വിറ്റി, അല്ലെങ്കിൽ അവൻ്റെ ബലഹീനത. ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. കേപ്പബിലിറ്റി, അസാധ്യമായി പോകുന്ന അവൻ മനസ്സിലാക്കി. കാരണം അത്ര ഭക്തനായി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു ദാവീദ്. ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. അതുകൊണ്ട് എന്താ ദാവീദ് ചെയ്ത? ദൈവമേ നിർമ്മലമായ ഹൃദയം തരാനാ ഈ അണ്ടർസ്റ്റുഡ്. അല്ലാതെ നിന്റെ നിയമങ്ങളൊക്കെ ഒന്ന് മാറ്റി ഇച്ചിരി കട്ടിയാന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. ഇതാരെ കൊണ്ട് കഴിയും? യഹൂദന്മാർ പറഞ്ഞു ഇത് കഠിനോപദേശമാണെന്നും പറഞ്ഞ് കർത്താവിൻ്റെ അടുക്കൽ നിന്ന് പോയ പോലെ അല്ല ദാവീദിൻ്റെ പ്രതികരണം. അവിടാണ് വിഷയം. ദൈവത്തിന് നമുക്ക് മഹത്വം കരയട്ടെ. ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ, അൺലെസ് യു ക്രിയേറ്റ് എ ക്ലീൻ ഹാർട്ട്, കർത്താവേ ദൈവമേ നീ ഒരു പുതിയ നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് അല്ലെങ്കിൽ തരുന്നില്ലെങ്കിൽ എനിക്ക് നിന്നെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് എന്നെ സഹായിക്കണമെന്നാ ദാവീദിൻ്റെ പ്രാർത്ഥന. ഒരു നിമിഷം ശോധന ചെയ്യുമോ പ്രിയപ്പെട്ടവരെ? ചോദിക്കട്ടെ. ജീവിതത്തിൻ്റെ വിവിധ മേഖലയിലായിരിക്കുന്നല്ലോ, ഹൃദയത്തിൻ്റെ നില എങ്ങനെയുണ്ട്? പാപം ജീവിതത്തിൽ വന്നുപോയോ? അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്, എനിക്ക് ഒരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിൽ ഞാൻ ദൈവം മുമ്പാകെ നീതിമാനെന്ന് വരത്തില്ലെന്ന്. അത്ര വിശുദ്ധനായ ഒരു ദൈവത്തിന് മുമ്പിൽ നമ്മൾ ജീവിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് എത്ര ഭക്തിയും വിശുദ്ധ ജീവനും ഉള്ളവരായിരിക്കണമെന്നാണ് പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. We have to be holy in front of God. ദൈവത്തിന് മുമ്പാകെ വിശുദ്ധിയോടെ ജീവിക്കാൻ നമുക്കിടയാണ്. അപ്പോൾ ശാന്തമായി പരിശോധിക്കണം നമ്മുടെ ഹൃദയത്തിൻ്റെ നില. ഭക്തനായ ഒരു മനുഷ്യൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ദൈവം തൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റിൽ തിരഞ്ഞെടുത്തൊരു മനുഷ്യൻ ഭയങ്കരമായ പാപത്തിൽ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. പാപത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്, ഒരു പാപം ചെയ്തു, അതിൻ്റെ ഒരു പ്രേരണ വന്നു, അത് വീണു, അത് പിടിക്കപ്പെട്ടില്ലെങ്കിൽ പിന്നെയും പാപം ചെയ്യാനായിട്ടുള്ള പ്രേരണയാണ് മനുഷ്യൻ. അത് പിശാചി ചെയ്യുന്നൊരു വലിയ കണിയാണ്. പരാജയപ്പെടരുത്. അതുകൊണ്ട് എന്ത് വേണം? ദൈവത്തിൻ്റെ വചനം ഉള്ളിലുള്ളവരായി. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കണം, നിന്റെ വചനം എൻ്റെ ഉള്ളിൽ സംഗ്രഹിക്കുന്നു എന്ന് ദാവീദ് സങ്കീർത്തനക്കാരൻ പറയുന്നു. 119 സങ്കീർത്തനം 11 വാക്യം. അതുകൊണ്ട് ദൈവമേ കരുണ ചെയ്യണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അവരോരൊന്ന് ചിന്തിക്കുമോ നമ്മുടെ പൊസിഷൻ എങ്ങനെയുണ്ട്, നിലവാരം? ദൈവമുമ്പാകും നിർമ്മല ഹൃദയത്തോടാണോ ജീവിക്കുന്നത്? എത്ര പ്രാവശ്യം പരാജയപ്പെട്ടു? കർത്താവേ കരുണ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുമോ? ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാട്ടെ ആത്മാർത്ഥമായി. കർത്താവേ ഒരു പുതിയ ഹൃദയം, അല്ല ഒരു നിർമ്മലമായ ഹൃദയം എനിക്ക് തരണേ. എൻ്റെ കൂടെ ചേർത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു. നിർമ്മല ഹൃദയം തന്നാലും ഇത് നിലനിൽക്കണമെങ്കിൽ എൻ്റെ ആത്മാവിനെ ഒന്ന് പുതുക്കണം. സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ ഒന്ന് പുതുക്കണം. ദ ഹോളി സ്പിരിറ്റ് വിൽ ബി റിന്യൂഡ്. പരിശുദ്ധാത്മാവിനെ മൊത്തത്തിൽ റിന്യൂ ചെയ്യാനല്ല, നമ്മിൽ പ്രാപിച്ചിരിക്കുന്ന ഈ അഭിഷേകം അല്ലെങ്കിൽ ദൈവകൃപ ഇത് ഇവരുടെ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ.
അതിനാ ദൈവാരാധന, ദൈവശക്തി, പ്രാർത്ഥന, ദൈവവചന ധ്യാനം, ദൈവവചന കേൾവി ഇതൊക്കെ പ്രയോജനപ്പെടുത്തിയെങ്കിലേ ആ ദൈവിക കൂട്ടായ്മ നിൽക്കാൻ, അല്ലെ പെട്ടെന്ന് പരാജയപ്പെടും. മുന്നറിയിപ്പാകട്ടെ ഈ പകൽക്കാലം. വാക്കുകൾ നിർത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരു നിമിഷം ശോധന ചെയ്തേ. കർത്താവേ, എൻ്റെ ഹൃദയം നിന്റെ മുമ്പാകെ നിർമ്മലമായിരിക്കുന്നു. പരാജയപ്പെട്ടു പോയെങ്കിലും ഒന്നേറ്റ് പറഞ്ഞ് ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി അപേക്ഷിച്ച് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം. ഞാൻ നാമത്തിൻ്റെ അധികാരത്തിൽ ഇന്ന് പകൽക്കാലം നൽകപ്പെട്ട വചനങ്ങൾക്ക് സ്തോത്രം. ഭക്തനായ ദാവീദിന്റെ ജീവിതത്തിൽ പരാജയപ്പെട്ടപ്പോൾ, ആമേൻ, പാപത്തിൻ്റെ ആ വലിയ ഭയങ്കര ചതിക്കുഴിയിൽ അവൻ വീണു കഴിഞ്ഞപ്പോൾ, താവേ, നിന്റെ പ്രവാചകനെ കൂടെ അവനെ ബോധ്യപ്പെടുത്തിയപ്പോൾ, വിനയപ്പെട്ട് കരഞ്ഞപ്പോൾ നീ അവനോട് കരുണ കാണിച്ചെങ്കിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഓരോരുത്തരുടെ നിലവാരം നിനക്കറിയാം, അങ്ങേക്കറിയാം കർത്താവേ. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പരാജയങ്ങൾ വന്നുപോയവർ ദൈവസന്നിധി വിനയപ്പെട്ട് ഏറ്റുപറഞ്ഞ് കർത്താവെ യഥാസ്ഥാനപ്പെടാൻ കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്മയുടെ അനുഭവങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം. അന്ധകാരവും കൂരിട്ട ലോകത്തിൽ നിന്റെ കൃപയുടെ ഭദ്രതയിൽ എല്ലാവരെയും കാക്കണേ കർത്താവേ. ദുഷ്ടനാരെയും ചതിക്കുഴി വീഴിക്കരുത്. നിർമ്മലമായ ഹൃദയത്തിൻ്റെ ഉടമകളായി ദൈവത്തെ പ്രസാദിപ്പിച്ച് ആയുസ്സിൻ്റെ നാളുകൾ ധന്യമായി തീരാൻ കൃപ വേണം. വിവിധ സ്ഥലങ്ങളിലുണ്ട് ദൈവവചനം കേൾക്കുന്നവരെയും അവരുടെ ജീവിത ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവെ, ദൈവാത്മാവ് ഇടപെടുകയും ആവശ്യമായ വിടുതൽ കൊടുത്ത് എൻ്റെ മക്കളെ സഹായിക്കുകയും ചെയ്യണം. രാജ്യത്തോട് കരുണ ചെയ്യണം കർത്താവെ. ദുഷ്ടശക്തികൾ ദേശത്ത് പ്രബലപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ നീതിയുള്ള കരം ദേശത്തിൻ്റെ മേൽ വ്യാപരിക്കണമേ, നീട്ടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. നന്മകളാൽ നിറയ്ക്കണം, സ്വർഗ്ഗം മഹത്വം എടുക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവയിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.